നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെയുണ്ട്. മനുഷ്യസ്നേഹികളുടെ സഹായത്തോടെ മലയാളി തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക്. ദുബായ് പ്രീ അപ്രൂവ്ഡ് വിസ ഓൺ അറൈവലിന് അർഹതയുള്ള ഇന്ത്യക്കാർക്ക് ഓൺലൈൻ അപേക്ഷ നിർബന്ധം. വെളിച്ചം സൗദി ഓൺലൈൻ ഖുർആൻ പഠന പദ്ധതി 6ാം ഘട്ട പരീക്ഷകൾക്ക് തുടക്കമായി. ദുബായ് കാൻ കുടിവെള്ള പദ്ധതി വൻ വിജയം. കുഴൽമന്ദം രാമകൃഷ്ണനെയും 10+2 വിജയികളെയും ആദരിച്ചു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെയുണ്ട്. സേവനങ്ങൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഇൻബൻ ബത്തൂത്ത മാളിൽ ക്യാമ്പയിൻ തുടങ്ങി. നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന പേരിലാണ് ഉപഭോക്തൃ കേന്ദ്രീകൃത ക്യാമ്പയിൻ. ദുബായിലെ വിവിധ വിസ സേവനങ്ങളും മറ്റ് നടപടിക്രമങ്ങളും ഇതുവഴി പൊതുജനങ്ങളെ പരിചയപ്പെടുത്തും. രാവിലെ 10 മുതൽ രാത്രി 10 വരെ നടക്കുന്ന പരിപാടി ഞായറാഴ്ച സമാപിക്കും. ഓരോ മാസവും എമിറേറ്റിലെ വിവിധ സ്ഥലങ്ങളിൽ വകുപ്പ് പ്രത്യേക പ്ലാറ്റ്ഫോം സ്ഥാപിച്ച് തങ്ങളുടെ സേവനങ്ങൾ പരിചയപ്പെടുത്താറുണ്ടെന്ന് DGRFA ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞു. മാളിലെത്തുന്ന കുട്ടികൾക്കായി ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. മനുഷ്യസ്നേഹികളുടെ സഹായത്തോടെ മലയാളി തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക്. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ തിരൂർ സ്വദേശിനി മുബിൻ ആരയെ 30 പ്രവാസി കൂട്ടായ്മകളുടെയും മനുഷ്യസ്നേഹികളുടെയും സഹായത്തോടെ നാട്ടിലെത്തിച്ചു. വെന്റിലേറ്റർ സഹായത്തോടെയാണ് തുടർ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് അയച്ചത്. 8 മാസം മുൻപാണ് സലാലയിലുള്ള ഭർത്താവ് വയനാട് സ്വദേശി മുഹമ്മദ് നൌസിന്റെ അടുത്തേക്ക് മുബിൻ എത്തുന്നത്. ഒരാഴ്ച മുൻപ് തലവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് സലാല സുൽത്താൻ ബാബൂസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീടാണ് മസ്തിഷ്കാഘാതമാണെന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് തലയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. അതിനുശേഷം വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. രോഗിയുടെ അവസ്ഥയിൽ നേരിയ പുരോഗതി കണ്ടതോടെയാണ് തുടർ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് അയച്ചത്. സലാലയിലെ വിവിധ സംഘടനാ ഭാരവാഹികളുടെ കൂട്ടായ്മയായ ലീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിനുവേണ്ട ചെലവ് കണ്ടെത്തിയത്. സലാല KMCC ജനറൽ സെക്രട്ടറി ഷബീർ കാലടി, ഹാഷിം കോട്ടയ്ക്കൽ, RK അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. ദുബായ് പ്രീ അപ്രൂവ്ഡ് വിസ ഓൺ അറൈവലിന് അർഹതയുള്ള ഇന്ത്യക്കാർക്ക് ഓൺലൈൻ അപേക്ഷ നിർബന്ധം. ദുബായിൽ 14 ദിവസത്തെ പ്രീ അപ്രൂവ്ഡ് വിസ ഓൺ അറൈവലിന് അർഹതയുള്ള ഇന്ത്യൻ പൗരന്മാർ ഇപ്പോൾ ഈ സേവനത്തിനായി ഓൺലൈനിൽ അപേക്ഷിക്കേണ്ടതുണ്ട്. 6 മാസത്തെ കാലാവധിയുള്ള US ഗ്രീൻ കാർഡ്, EU റെസിഡൻസി അല്ലെങ്കിൽ UK റെസിഡൻസി വിസയുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് മാത്രമാണ് ഈ സേവനം ലഭ്യമാകുക. വിസ 14 ദിവസത്തേക്ക് കൂടി നീട്ടാൻ കഴിയും, പക്ഷേ ഒരു തവണ മാത്രം. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ നിയമമനുസരിച്ച് യാത്രക്കാർക്ക് പാസ്പോർട്ട്, യാത്രാരേഖകൾ, USA-യിൽ നിന്നോ UK-യിൽ നിന്നോ ഉള്ള പെർമനന്റ് റെസിഡൻസ് കാർഡ്, വ്യക്തികളുടെ ഫോട്ടോ എന്നിവ ഉണ്ടായിരിക്കണം. പ്രീ അപ്രൂവ്ഡ് വിസ ഓൺ അറൈവലിനായി എങ്ങനെ ഓൺലൈനിൽ അപേക്ഷിക്കാം? GRDFA വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ വ്യക്തിവിവരങ്ങൾ നൽകുക. 253 ദിർഹം ഫീസായി അടയ്ക്കുക. വിസ പ്രക്രിയ പൂർത്തിയാക്കാൻ 48 മണിക്കൂറാണ് സാധാരണ എടുക്കുന്നത്. വിസ അനുവദിച്ചാൽ അപേക്ഷകന് ഇമെയിലിൽ ഒരു അറിയിപ്പ് ലഭിക്കും. ഫെബ്രുവരി 1 മുതൽ എമിറേറ്റ്സ് എയർലൈൻസിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് എമിറേറ്റ്സ് എയർലൈൻസ് പ്രീ അപ്രൂവ്ഡ് വിസ ഓൺ അറൈവൽ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. ദുബായ് വിസ പ്രോസസിംഗ് സെന്റർ ഇത് 14 ദിവസത്തെ സിംഗിൾ എൻട്രി വിസയായാണ് നൽകുന്നത്. ഇത്തരം വിസയിൽ ദുബായിലെത്തുന്ന എമിറേറ്റ്സ് ഉപഭോക്താക്കൾക്ക് വിമാനത്താവളത്തിൽ ക്യൂ നിൽക്കാതെ നടപടികൾ പൂർത്തിയാക്കാനാകും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. വെളിച്ചം സൗദി ഓൺലൈൻ ഖുർആൻ പഠന പദ്ധതി 6ാം ഘട്ട പരീക്ഷകൾക്ക് തുടക്കമായി. വെളിച്ചം സൗദി ഓൺലൈൻ ഖുർആൻ പഠന പദ്ധതിയുടെ 6ാം ഘട്ട സിലബസിന്റെ ദമാം ഏരിയ പ്രചാരണ ഉദ്ഘാടനം ദമാം SICC ഹാളിൽ വെച്ച് നടന്നു. നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാകുമെന്ന പ്രവാചക വചനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഖുർആൻ പഠനം ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ
സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നാഷണൽ കമ്മിറ്റി നടത്തിവരുന്ന പദ്ധതിയാണ് വെളിച്ചം സൗദി ഓൺലൈൻ ഖുർആൻ പഠന പദ്ധതി. വെളിച്ചം ദമാം കോർഡിനേറ്റർ അൻഷാദ് കാവിൽ നിന്നും മൂസ സാഹിബ് മൂവാറ്റുപുഴ സിലബസിന്റെ ആദ്യ കോപ്പി സ്വീകരിച്ചു. മുഹമ്മദ് അമാനി മൗലവി രചിച്ച ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി വിശുദ്ധ ഖുർആനിലെ സൂറ അങ്കബൂത്ത്, റൂം, ലുഖ്മാൻ എന്നീ 3 അധ്യായങ്ങളാണ് 6ാം ഘട്ട പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇക്ബാൽ സുല്ലമി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അൻഷാദ് കാവിൽ വെളിച്ചം പദ്ധതിയെ പുതിയ പഠിതാക്കൾക്കു വേണ്ടി പരിചയപ്പെടുത്തി. നൌഷാദ് കുനിയിൽ, ഹാഷിദ സ്വാദിഖ്, നസീം മുഹ്സഹബാഗ്, നൌഷാദ് MV, മൂസ സാഹിബ് എന്നിവർ പ്രസംഗിച്ചു. ഖാസിം VP-യുടെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച ചടങ്ങിന് യൂസുഫ് കൊടിഞ്ഞി അധ്യക്ഷത വഹിച്ചു. നസറുള്ള അബ്ദുൽ കരീം സ്വാഗതവും സമീർ PH നന്ദിയും പറഞ്ഞു. ഷിയാസ് M, ബിജു ബുക്കർ, ഷാജി കരുവാറ്റ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, സൗദി അറേബ്യ. ദുബായ് കാൻ കുടിവെള്ള പദ്ധതി വൻ വിജയം. പ്ലാസ്റ്റിക് കുപ്പികളുടെ ഉപയോഗം കുറയ്ക്കാനും പരിസ്ഥിതി സൗഹൃദ ബദൽ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് ആരംഭിച്ച ദുബായ് കാൻ പദ്ധതി വൻ വിജയം. പദ്ധതിയിലൂടെ 1.8 കോടിയിലേറെ പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കാനായി. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ 2022 ഫെബ്രുവരിയിലാണ് സാമ്പത്തിക വിനോദസഞ്ചാര വകുപ്പ് പദ്ധതിക്ക് തുടക്കമിട്ടത്. നഗരത്തിന്റെ വിവിധയിടങ്ങളിലുള്ള 58 കുടിവെള്ള സ്റ്റേഷനുകളിലൂടെയാണ് നിലവിൽ സൗജന്യമായി കുടിവെള്ളം നൽകുന്നത്. ബീച്ചുകൾ, പാർക്കുകൾ, ഷോപ്പിംഗ് മാളുകൾ, പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് കുടിവെള്ള സ്റ്റേഷനുകൾ സ്ഥാപിച്ചത്. എമിറേറ്റിന്റെ പരിസ്ഥിതിയും തീരപ്രദേശവും സംരക്ഷിക്കുന്നതിന് വലിയ സംഭാവനകളാണ് ദുബായ് കാൻ സംരംഭം നൽകുന്നത്. വാട്ടർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചും ജീവനക്കാർക്ക് പുനരുപയോഗ കുപ്പികൾ സമ്മാനിച്ചും മികച്ച പിന്തുണയാണ് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ പദ്ധതിക്ക് നൽകുന്നത്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കുപ്പികളുടെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തിക്കൊണ്ട് പുനരുപയോഗ കുപ്പികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി നിലകൊള്ളുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. കുഴൽമന്ദം രാമകൃഷ്ണനെയും 10+2 വിജയികളെയും ആദരിച്ചു. പ്രശസ്ത മൃദംഗ വാദ്യ കലാകാരനും ഗിന്നസ് ജേതാവുമായ കലാശ്രീ കുഴൽമന്ദം രാമകൃഷ്ണനെ പാലക്കാട് പ്രവാസി സെന്റർ ആദരിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ സെന്റർ പ്രസിഡന്റ് പ്രദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആദര സമ്മേളനം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ശ്രീപ്രകാശ്, ഇന്ത്യൻ ഹൈസ്കൂൾ പ്രിൻസിപ്പാൾ പ്രമോദ് മഹാജൻ, സെന്റർ ഭാരവാഹികളായ രവിശങ്കർ, ശശികുമാർ ചിറ്റൂർ, പോൾസൺ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ആദരവിന് കുഴൽമന്ദം രാമകൃഷ്ണൻ മറുപടി പറഞ്ഞു. ഇക്കഴിഞ്ഞ 10, 12 ക്ലാസുകളിൽ വിജയം കൈവരിച്ച പ്രവാസി സെന്റർ കുടുംബത്തിലെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന സെന്റർ അംഗം രവീന്ദ്രൻ കിട്ടുവിനും കുടുംബത്തിനും യാത്രയപ്പും നൽകുകയുണ്ടായി. ജനറൽ സെക്രട്ടറി പ്രദീപ് നെന്മാറ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മനോജ് ശങ്കർ നന്ദിയും പ്രകാശിപ്പിച്ചു. സംഗീത ശ്രീകാന്ത്, മേതിൽ സതീശൻ എന്നിവർ യോഗത്തിൽ അവതാരകരായിരുന്നു. യോഗാനന്തരം കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച വാദ്യസംഗീതം ആസ്വാദകർക്ക് ഹൃദ്യമായ അനുഭൂതി പകർന്നു. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ശ്രീമൃദു എന്ന നവീന വാദ്യവിശേഷത്തെയും അതിന്റെ പ്രയോഗ സാധ്യതകളെയും സദസ്സിന് പരിചയപ്പെടുത്തി. UAE-യിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.